ഒരു കാര്യം വ്യക്തമാണ്, UDF നേരത്തെ തയ്യാറെടുക്കുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ അവർക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർന്ന ഒരു കാര്യം കേരള കോൺഗ്രസുമായുള്ള ധാരണയാണ്. അതായത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള നിർണായകമായ ചർച്ച ഈ ആഴ്ച നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ വേണമെന്ന ഉറച്ച നിലപാടിൽ ഇപ്പോഴും ജോസഫ് ഗ്രൂപ്പ് നിൽക്കുകയാണ്. പക്ഷേ അത് കൊടുക്കില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കാരണം ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണയുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ സീറ്റുകൾ കുറേയധികം ഞങ്ങൾക്ക് വേണം എന്നത് അവർ ആവശ്യപ്പെടുന്നു. എന്താണ് ഈ ചർച്ചകൾ എന്നതാണ് നിർണായകമായ ചർച്ച നടക്കുന്നു. കോൺഗ്രസിൻ്റെ ആവശ്യം ഏറ്റുമാനൂർ ഏറ്റെടുത്ത് പകരം പൂഞ്ഞാർ കേരള കോൺഗ്രസ് നൽകാം എന്നൊരു നിലപാട് അവർക്കുണ്ട്. ഒപ്പം ഈ ഏറ്റുമാനൂർ ഏറ്റെടുത്ത് പകരം പൂഞ്ഞാർ അവർക്ക് കൊടുക്കാം. ഇതാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട്. ആ സീറ്റിനെ സംബന്ധിച്ച് ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം അവിടെ പ്രാദേശിക കോൺഗ്രസ് ഘടകം ഇടുക്കിയിൽ അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല. ഏതായാലും 10 സീറ്റുകൾ കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. കാരണം എന്താണ്, കേരള കോൺഗ്രസുമായി ഉണ്ടാവുന്ന ഈ സമ്മർദ്ദവും തർക്കങ്ങളും അത് കത്തോലിക്ക സഭയെ എതിരാക്കുമോ എന്നൊരാശങ്ക. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ആ പിന്തുണ അതേ രീതിയിൽ ഇത്തവണ ഉണ്ടാവുമ്പോൾ ഈ തർക്കങ്ങൾ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നത് വെല്ലുവിളി ഉണ്ടാക്കുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു വെല്ലുവിളി കോൺഗ്രസിന് മുന്നിൽ ഒരു ആശങ്ക കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു പരിഹാര സാധ്യതയാണ് തേടുന്നത് എന്നതാണ്. എന്താണ് ഇതിൻ്റെ ചർച്ചകൾ നമുക്ക് നോക്കാം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കേരള കോൺഗ്രസുമായുള്ള ചർച്ച ഒരു വെല്ലുവിളിയാണ്, തർക്കമില്ല കാര്യത്തിൽ. കാരണം 10 സീറ്റുകളിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേരള കോൺഗ്രസ് എത്ര കണ്ടിടയും. ഒരുപക്ഷേ 10 സീറ്റ് കിട്ടില്ല, അവർ പുറമേക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 10 സീറ്റ് കിട്ടിയേക്കില്ല എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അത് സീറ്റ് കിട്ടാതെ പോകുന്ന നേതാക്കൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന വെല്ലുവിളി കേരള കോൺഗ്രസിനുമുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഡാനിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഈ കത്തോലിക്ക സഭ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാര നിർദ്ദേശം കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത്? അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഈ സീറ്റ് നിർണയം സംബന്ധിച്ച്, അതായത് 10 സീറ്റുകൾ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ ഇത്തവണയും കൊടുക്കാനാകില്ല എന്ന ചർച്ചകൾ ആദ്യഘട്ടത്തിൽ അത്തരം ചർച്ചകൾ പരന്ന സമയത്ത് കോൺഗ്രസ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉറപ്പായും കോൺഗ്രസ് ക്യാമ്പിലേക്ക്, കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ ആ ചർച്ച പാതി വഴിയിൽ വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അക്ഷരാർത്ഥത്തിൽ അത് ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു ഗുണമായി മാറുകയായിരുന്നു. കാരണം അവരുടെ ക്ലെയിമിൻ്റെ ഒരു ആക്കം കൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സിറോ മലബാർ സഭ, പ്രത്യേകിച്ച് കോതമംഗലം രൂപത അടക്കം നിർണായകമായി തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യമായൊരു ക്ലെയിം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത മുമ്പിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ അത് സഭയും അതോടൊപ്പം തന്നെ ഈ ജോസഫ് വിഭാഗത്തെയും ഒരുപോലെ പിണക്കുന്നതിന് തുല്യമാകുമോ എന്നൊരാശങ്കയാണ് നേതൃത്വത്തിന് മുമ്പിലുണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം മറ്റു ഉപാധികളൊന്നും കേരള കോൺഗ്രസിന് മുമ്പിൽ വെച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ജയസാധ്യതയുള്ള, കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിക്കാവൂ എന്നൊരു കാര്യം മാത്രമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ കാര്യം കേരള കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇടുക്കി, അതോടൊപ്പം കോതമംഗലം, അതോടൊപ്പം ഇരിങ്ങാലക്കുട, ഈ 3 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള, കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ കന്റോൺമെൻറ്റ് ഹൗസിൽ വെച്ച് ചേർന്ന നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ ചർച്ചകൾ നടന്നില്ല. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ആഴ്ച കേരള കോൺഗ്രസ് നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയേക്കും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ വെച്ചുമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ്. അത് നിലവിൽ പ്രിൻസ് ലൂക്കോസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം അവിടേക്ക് പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ചർച്ചയാണിപ്പോൾ നടക്കുന്നത്. അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ അവിടെ ടോമി കല്ലാരിയാണ് മത്സരിച്ചത്. വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് അവിടെയുള്ളത്. സ്വാഭാവികമായി ഏറ്റുമാനൂരിലെ രാഷ്ട്രീയ സാഹചര്യവും നമുക്കറിയാം. DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിൻ്റെ പേരടക്കം കോട്ടയത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ
ഈ സീറ്റ് വെച്ചുമാറലിനോട് പ്രാദേശിക നേതൃത്വങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ അവരൊക്കെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഈ ആഴ്ച ഒരു കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയേക്കും. അങ്ങനെയെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളിലും ഒരു അന്തിമ ധാരണ ഉണ്ടാകാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ അവകാശവാദത്തിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവിടെ സഭകളുടെ നിലപാടുകൾ കൂടി കൃത്യമായി കോൺഗ്രസിൻ്റെ കണക്കിലെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത, കോതമംഗലം അതിരൂപതയൊക്കെ അതിൽ നിർണായകമായൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ വിട്ടു നൽകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ ഒരു ക്ലെയിം, ഒരു ഉപാധി കോൺഗ്രസ് നേതൃത്വം മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്താവൂ, അല്ല എങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കും എന്ന ഒരു ക്ലെയിമാണ് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ, ഒരു കാര്യം, ഈ കുട്ടനാട് സീറ്റ് ഒരു തർക്ക വിഷയമായിരുന്നല്ലോ. പ്രത്യേകിച്ച് കുട്ടനാട് ഒരു പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റുന്നു എന്ന് കേരള കോൺഗ്രസിനെതിരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകം അവിടെ ആലപ്പുഴയിൽ നിന്നും ആക്ഷേപം ഉന്നയിക്കുന്നു. അതൊരു തർക്ക വിഷയമാണ്. അപ്പോൾ കുട്ടനാട് സീറ്റും കേരള കോൺഗ്രസിന് തന്നെ ആ ഒരു മ്യൂച്വൽ ധാരണ അത് രൂപപ്പെട്ട് കഴിഞ്ഞോ? കുട്ടനാട്ടിലൊരു തർക്കമില്ല എന്നൊരു അവസ്ഥ തന്നെയാണോ ഇപ്പോഴും? അതായത് ഔദ്യോഗികമായി ഒരു ചർച്ച മാത്രമാണ് കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ ആകെ ഒരു ചർച്ച മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. PJ ജോസഫും മോൻസ് ജോസഫും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി. അടുത്ത ഘട്ട ചർച്ച ഈ ആഴ്ച നടക്കാൻ പോകുമ്പോൾ മാത്രമേ അതിൽ കൃത്യമായൊരു ചിത്രം വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കേരള കോൺഗ്രസ് എമ്മിനെ UDFിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജോസഫ് വിഭാഗത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിൽ ചില പരിമിതികളൊക്കെ നേരിട്ടേനെ. പക്ഷേ നിലവിൽ അതല്ല സാഹചര്യം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ഇടുക്കിയിലടക്കം നിർണായകമായ സ്വാധീനമുള്ള ഒരു ഘടകകക്ഷിയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സീറോ മലബാർ സഭയുടെ കൃത്യമായൊരു പ്രാതിനിധ്യം പ്രത്യേകിച്ച് കോതമംഗലം രൂപതയുടെ അടക്കം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സഭയെ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാൻ കഴിയത്തില്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നടക്കുന്ന ചർച്ചയിൽ ആ കാര്യങ്ങളൊരു അന്തിമമായൊരു ധാരണയിലേക്ക് എത്തും. കുട്ടനാട് സീറ്റ് ഏറ്റെടുത്താൽ പകരം മറ്റൊരു സീറ്റ് നൽകാനുള്ള ചർച്ചയായിരിക്കും നടക്കുക. എന്തായാലും ഔദ്യോഗികമായ അത്തരം തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല. ആകെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു ഒഫീഷ്യൽ ടോക്കിൽ ആദ്യഘട്ട ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഈ പൂഞ്ഞാറും ഏറ്റുമാനൂരും വെച്ച് മാറുക, അതോടൊപ്പം തന്നെ മറ്റ് 3 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറാകണം, അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത്, ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 10 സീറ്റിൽ തന്നെ കേരള കോൺഗ്രസ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ആദ്യം ഈ സീറ്റുകൾ പിടിച്ചെടുക്കും എന്ന വാദം കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ കൂടിയും മുന്നോട്ട് പോകും തോറും കത്തോലിക്ക സഭ ഉയർത്താൻ പോകുന്ന ഒരു സമ്മർദ്ദം, പ്രത്യേകിച്ച് അത് കേരള കോൺഗ്രസ് അനുകൂലമായി മാറും. ആ സാഹചര്യത്തിൽ അത് മുന്നണിക്ക് കൂടി സഭാ നേതൃത്വത്തിൻ്റെ എതിർപ്പ് സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് വഴങ്ങിയേക്കാം. പക്ഷേ ചില സീറ്റുകളിൽ വെച്ചുമാറലുകൾ ഉണ്ടാവാം. അതിലൊന്ന് ഡാൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, പൂഞ്ഞാർ സീറ്റുകളാണ്. ഏറ്റുമാനൂർ സീറ്റ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച് ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുക്കും. പകരം കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുമെന്ന സാധ്യത ആണ് ഇപ്പോൾ തൽക്കാലം മുന്നിലുള്ളത്. അതിനപ്പുറം എണ്ണത്തിൽ ഒരു കുറവ് വരാനുള്ള സാധ്യത കുറവ് എന്നതാണ് സാഹചര്യം. എന്തായാലും തർക്കങ്ങൾ ഒഴിവാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അവർക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് UDFിനകത്ത് കേരള കോൺഗ്രസിന് ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്തായാലും ഇപ്പോഴത്തെ ഈ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുവരിക, അല്ലെ അവരെ അടർത്തി കൊണ്ടുവരിക എന്ന തന്ത്രം വിജയിക്കാത്ത സാഹചര്യത്തിൽ, അതിൻ്റെ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസിന് 10 സീറ്റുകൾ നൽകുക. ഒപ്പം ലീഗ് കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ തങ്ങൾക്കും അത് വേണമെന്ന കേരള കോൺഗ്രസിൻ്റെ സമ്മർദ്ദം സ്വാഭാവികമായും ഉണ്ടാകും. അതാണ് ആ മുന്നിലുണ്ടാവുന്ന സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.